തീർച്ചയായും ഈ വിഷയത്തിൽ എനിക്ക് 3 ടേക്കുകളാണുള്ളത്. ഒന്ന്, ഞാനിതിൽ അഭിനന്ദിക്കുന്നത് കോളേജ് അധികൃതരെയും ഒപ്പം തന്നെ ഈ വിഷയം വിവേകത്തോടുകൂടി കെടുത്താൻ മുന്നിട്ടിറങ്ങിയ മഹല്ല് കമ്മിറ്റികളെയും ഒപ്പം ഈ വിഷയം ആളിക്കത്തിക്കാതെ അതിനെ സംയമനത്തോടെ നേരിട്ട ആ കോളേജിലെ MSF, SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളെയുമാണ്. ഈ 3 പേരും ആ അർത്ഥത്തിൽ ഒരിക്കൽ കൂടി ഒരു വലിയ സ്ഫോടനാത്മകമായ അന്തരീക്ഷത്തിന് തീ കൊളുത്താതെ കാത്തു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വളരെ ആവേശപൂർവ്വം ഞാൻ പറയുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ടേക്ക്, ഇതിൽ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചൊരു കോളേജിൻ്റെ ആഭ്യന്തര പ്രശ്നം മാത്രമായിരുന്നൊരു വിഷയത്തെ ആളിക്കത്തിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ ഒരു ഇരവാദം ഉന്നയിച്ച് വേട്ടയ്ക്കിറങ്ങാൻ കാത്തുനിന്ന ഒരു വിഭാഗമുണ്ട് എന്ന് നമ്മളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ സംഭവം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പലപ്പോഴും ഇരവാദത്തെ ഉപയോഗപ്പെടുത്തി ദുരുപയോഗം ചെയ്ത് വേട്ടക്കാരൻ്റെ ചൂണ്ടയായി മാറ്റുന്നു എന്നതാണ് നമ്മൾ കാണുന്നത് ഇത്തരം വിഷയങ്ങളിലെല്ലാം. ആ വിദ്യാർത്ഥിനികൾക്ക് തൊട്ടടുത്ത 2 മഹല്ലുകൾ ഉണ്ടായിരിക്കെ അവിടെ പോയി നിസ്കരിക്കാൻ സാഹചര്യം ഒരുക്കാമെന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ആവശ്യം ആ വിദ്യാർത്ഥിനികൾ വന്ന് പറയുമ്പോൾ അത് കോളേജ് നിരസിക്കുമ്പോൾ അത് പുറത്തെ ഒരു സമൂഹം പ്രതിഷേധത്തിന് ഏറ്റെടുത്തത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ആ വിദ്യാർത്ഥിനികളുടേത് ആ കോളേജുമായി ബന്ധപ്പെട്ട കോളേജ് അധികൃതരോട് അവർക്ക് ആവശ്യപ്പെടാം, അത് കോളേജ് അധികൃതർക്ക് അത് നിഷേധിക്കാം, അതവിടെ അവസാനിക്കേണ്ട വിഷയമാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അതിനെ കോളേജിൻ്റെ വാതിൽക്കലിനും മതിലിനും അപ്പുറത്തേക്ക് ഒരു പ്രതിഷേധ വിഷയമാക്കി എടുക്കാൻ തക്കം പാത്തു നിന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തെ നമ്മൾ ഒറ്റപ്പെടുത്തുക തന്നെ വേണം എന്നാണ് നമ്മൾ പറയുന്നത്. ആ വിവേകം കാണിച്ചത് മഹല്ല് കമ്മിറ്റിയാണ്. അവർ എത്തി കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചു. അവർ പറയുന്ന വിശദീകരണം തന്നെ വളരെ കൗതുകകരമായൊരു വിശദീകരണമാണ്. അതായത് ഒരു സ്വകാര്യ ഇടത്തിൽ അവരുടെ അനുവാദമില്ലാതെ ഇത്തരം പ്രാർത്ഥനകൾ ചെയ്യാൻ ഇസ്ലാം മതം തന്നെ അനുവദിക്കുന്നില്ല. അത് സ്വാഭാവികമായി അറിയണം. അതൊരു എയ്ഡഡ് കോളേജാണ്. എയ്ഡഡ് കോളേജും ഗവൺമെൻറ് കോളേജും തമ്മിലുള്ള വ്യത്യാസം പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. എയ്ഡഡ് കോളേജിൽ അവർ ഏതെങ്കിലും മതസ്ഥാപനത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ മറ്റാരെയും നിർബന്ധിക്കാതെ അവർക്ക് മതപരമായ ഇൻസ്ട്രക്ഷൻ കൊടുക്കാനുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശം കൂടി ആർട്ടിക്കിൾ 28 കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു സ്ഥാപനത്തിൽ മറ്റേതെങ്കിലും സ്ഥാപനത്തിലെ മതവിശ്വാസികൾക്ക് നിസ്കരിക്കാനൊരിടം നൽകണം എന്നുള്ള വാദം നിലനിൽക്കുന്നതല്ല. അത് വളരെ വിവേകത്തോടു കൂടി ഈ 3 വിഭാഗത്തിലുള്ളവരും, വിദ്യാർത്ഥികൾ, ഒപ്പം അധികൃതർ, മഹല്ല് കമ്മിറ്റി, അത് വളരെ സംയമനത്തോടു കൂടി തന്നെ വിവേകത്തോട് കെടുത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2, നേരത്തെ പറഞ്ഞതുപോലെ ഇരവാദം ഉന്നയിച്ച് വേട്ടയ്ക്ക് തയ്യാറെടുത്തിരിക്കുന്ന ഒരു കൂട്ടർ നമുക്കിടയിലുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഇത് ഓർമ്മപ്പെടുത്തുന്നു. 3ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇനി ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പറയാനുള്ളത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ പ്രാർത്ഥനകൾ വേണമോ എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ ഇന്ന് പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളാണ് ഈ കലാലയത്തിൻ്റെ ഗേറ്റിൽ കൊത്തിവെച്ചിരിക്കുന്നത് എന്നാണ്, അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്നാണ്. ഇതേ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51AH പ്രകാരം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിക്കുമ്പോൾ അവിടെ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് എന്നത് നമ്മൾ ഒരു പൗരൻ്റെ കടമയായി മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഒരു പൗരൻ്റെ കടമയായി ആർട്ടിക്കിൾ 51AH പറയുന്നത്, നിങ്ങൾ ടു ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ, ഹ്യൂമനിസം, സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോം എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശാസ്ത്രീയമായ മനോവൃത്തി, മാനവികത, അന്വേഷണത്വര, പരിഷ്കരണക്ഷമത ഇത് വളർത്തുന്ന ഇടങ്ങളായി മാറണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അവിടെ എങ്ങനെയാണ് ഒരു പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ക്ലാസ് തുടങ്ങുകയും ആ പ്രാർത്ഥനയെ നിരാകരിക്കുന്ന ശാസ്ത്രീയമായിട്ടുള്ള യുക്തികൾ നിങ്ങൾ പഠിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. സാധാരണ ഞാൻ പറയാറുള്ളത് ഇങ്ങനെയാണ്: നിങ്ങൾ ക്ലാസ്സിന് പുറത്ത് അഖിലാണ്ട മണ്ഡലം അണിയിച്ചുരുക്കി എന്ന് ചൊല്ലുകയും ക്ലാസ്സിനുള്ളിൽ നിങ്ങൾ പരിണാമ സിദ്ധാന്തം പഠിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ അണിയിച്ചുരുക്കി ഒരാൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ലേ എന്ന് ഫിസിക്സ് സാർ പറയുകയും ചെയ്യുമ്പോൾ ഈ കുട്ടി യഥാർത്ഥത്തിൽ കൺഫ്യൂഷൻ ആവുകയല്ലേ എന്നൊരു ചോദ്യമുണ്ട്. ക്ലാസ്സിന് പുറത്ത് നിങ്ങൾ പഠിക്കുന്ന പ്രാർത്ഥനയുടെ സബ് ടെക്സ്റ്റ് ആരോ സൃഷ്ടിച്ചതാണെന്നുള്ള ക്രിയേറ്റീവ് വാദത്തിലേക്ക് പോവുകയും ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനിലേക്ക് പോവുകയും ക്ലാസ് മുറിക്കുള്ളിൽ നിന്നുകൊണ്ട് പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് കുട്ടി പഠിക്കുകയും 10ാം ക്ലാസ്സിൽ ആ കുട്ടി പ്രാർത്ഥിച്ചതിന് വിരുദ്ധമായി പാഠപുസ്തകത്തിൽ എഴുതുകയും പിന്നീട് വീണ്ടും ആ കുട്ടി പ്രാർത്ഥിച്ചതിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന വളരെ ഇന്നുവരെ വിശദീകരിക്കാൻ കഴിയാത്ത ഒരാശയക്കുഴപ്പം അവിടെയുണ്ട്. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് അവരവരുടെ വ്യക്തിനിഷ്ഠമായിട്ടുള്ള അവരവരുടെ സ്വകാര്യ ഇടങ്ങളിൽ അവരുടെ ആത്മസംതൃപ്തിക്ക്, അവരുടെ ഒരുപക്ഷെ ചില മതങ്ങളിലെങ്കിലും അതൊരു സാമൂഹികമായിട്ടുള്ള വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണെങ്കിൽ അത് അവരുടെ തികച്ചും സ്വകാര്യ ഇടങ്ങളിൽ അനുഷ്ഠിക്കേണ്ട കർമ്മമാണ്. അതിനുവേണ്ടിയല്ല നമ്മൾ കലാലയങ്ങളിൽ പോകുന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51AH അനുസരിച്ച് ശാസ്ത്രീയമായ മനോവൃത്തി
പുലർത്തുക എന്നതാണ് പ്രധാനം. ഇനി അതിനും അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇതൊക്കെ ഒരു സമൂഹത്തിൻ്റെ ടോളറൻസിൻ്റെ ലെവൽ കൂടിയാണ് എന്നതുകൂടി ഞാൻ പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ്. കാരണം ആ വിശ്രമമുറിയിൽ അതുവരെ പ്രാർത്ഥിച്ചിരുന്നവർ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു തടസ്സമായി നിൽക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. അവരൊരു പരാതി ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ മറ്റൊരാൾ അനുവദിക്കുന്നത് വരെ നിങ്ങളെ സംബന്ധിച്ചത് ചെയ്യാം, പക്ഷേ നിങ്ങളുടെ സ്വാതന്ത്ര്യമൊന്നുമല്ല. അത് ഒരാളുടെ അവകാശത്തെ ഹനിക്കുന്നത് എപ്പോഴാണ്? അവരെപ്പോഴെങ്കിലും ഒരു പരാതി ഉന്നയിച്ചാൽ നിങ്ങളുടെ വിശ്രമ സ്ഥലം എന്ന് പറയുന്നത് മറ്റു ചില ആവശ്യങ്ങൾക്കുള്ളതാണ്. അവിടെ എല്ലാവർക്കും വരണം. അതൊരു പ്രാർത്ഥനയുടെ ഇടം മാത്രമല്ല, എല്ലാം കൂടി ഒരുമിച്ച് പോകുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ വിഷയം രമ്യമായി പരിഹരിച്ചതിന് വിവേകത്തോടെ കെടുത്താൻ മുന്നിട്ടിറങ്ങിയവർക്കുള്ള ഒരു ബിഗ് സല്യൂട്ട് എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. തീർച്ചയായിട്ടും വിവേകത്തോടെ കെടുത്തി എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. Meet the editors.